2025 കടന്നുപോയത് ഒരു പിടി നല്ല സിനിമാറ്റിക് മൊമെന്റുകൾ സമ്മാനിച്ചു മാത്രമല്ല, പുതുവർഷത്തേക്ക് ധാരാളം പ്രതീക്ഷകൾ കൂടെ ബാക്കി നിർത്തിയാണ്. തുടർച്ചയായി 200-300 കോടി ക്ലബിലേക്ക് കാലെടുത്ത് വെച്ച ചക്രവാളങ്ങൾ ഭേദിച്ച മലയാള സിനിമ നാളേക്ക് വേണ്ടി കരുതിയിരിക്കുന്നതും ഗംഭീര സിനിമകൾക്ക് വന്ന് വാഴാനുള്ള സ്പേസ് കൂടെയാണ്. പ്രിയപ്പെട്ട താരങ്ങളുടെ, സംവിധായകരുടെ, പ്രതീക്ഷ നൽകുന്ന പ്രൊഡക്ഷൻ ഹൗസുകളുടെ പുത്തൻ ഉദ്യമങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന സിനിമാ കാലം കൂടെ ആയേക്കാം 2026. ഇതര ഭാഷാ ചിത്രങ്ങളുടെ കാര്യത്തിലും അവസ്ഥ വിഭിന്നമല്ല. വിവിധ ഭാഷകളിലായി പ്രതീക്ഷയോടെ അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു പിടി ചിത്രങ്ങളാണ്. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം മുതൽ ചാത്തന്മാരുടെ കോലാഹലങ്ങൾ വരെയുള്ള പുതുമയുടെ മറ്റൊരു കാലം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നത് വളരെ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യപ്പെട്ട ആ നിമിഷം മുതൽ ആവോളം ഹൈപ്പുള്ള മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രിയറ്റ് തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങി താരമൂല്യം ഏറെയുള്ള ചിത്രം സിനിമകളുടെ കൊണ്ടാട്ടകാലമായ വിഷുവിനോ ഓണത്തിനോ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മോഡിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ ടീസറിന് പോലും വലിയ ആവേശമാണ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന മഹാകൗതുകം വേറെയും. മലയാളത്തിലെ ഏറ്റവും ഗംഭീര ആഘോഷം ബിഗ്ഗമ്മുകളുടെ സിനിമാ റിലീസുകൾക്ക് തന്നെയാണ്. പേട്രിയറ്റിന് പുറമെ ഏറെ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങി തുടങ്ങുന്നുണ്ട്. റിലീസിന് മുൻപ് തന്നെ മുടക്കുമുതൽ തിരിച്ചുപിടിച്ച ദൃശ്യം 3 ആണ് അതിൽ പ്രധാനം. എക്കാലത്തും ദൃശ്യം സിനിമകൾ നിലനിന്ന റെക്കോർഡുകൾക്കും പ്രതീക്ഷകൾക്കും മുകളിലാണ് നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. അതിന് തുടർച്ചയായി ജോർജ് കുട്ടി വീണ്ടും എത്തുമ്പോൾ അവിടെ ജിത്തു ഒരുക്കുന്ന മാജിക് എന്താകുമെന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അത്ര തന്നെ പ്രതീക്ഷയോടെ തന്നെയാണ് മമ്മൂട്ടി, ഖാലിദ് റഹ്മാൻ ചിത്രവും എത്തുന്നത്. മമ്മൂട്ടി എന്ന താരത്തിന്റെ താരമൂല്യവും പെർഫോമൻസും വേണ്ടുവോളം ഉപയോഗിക്കാൻ അറിയാവുന്ന മാസ്റ്റർ എന്നത് തന്നെയാണ് ആ കൂട്ടുകെട്ടിനെ ശക്തമാക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെക്നീഷ്യന്മാർ അണിനിരക്കുമെന്ന അഭ്യൂഹങ്ങളുള്ള സിനിമ നിർമ്മിക്കുന്നത് മാർക്കോയുടെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദാണ്. പെപ്പയുടെ കാട്ടാളനൊപ്പം മമ്മൂട്ടി ചിത്രം കൂടിയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് 2026 വേണ്ടി കരുതുന്നത്. കഴിഞ്ഞ വർഷത്തെ പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു തുടരുമിൽ കണ്ണു നിറഞ്ഞ മോഹൻലാലിന്റെ മടങ്ങിവരവ്. അതേ സംവിധായകനൊപ്പമുള്ള പുതിയ ചിത്രം L365. ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട കോംബോയായി മാറിയിട്ടുണ്ട് മോഹൻലാൽ, തരുൺ മൂർത്തി. ദൃശ്യം 3ക്ക് ശേഷം ചിത്രീകരണം ആരംഭിക്കുന്നത് L365-ന്റേതായിരിക്കുമെന്നും നേരത്തെ പ്രഖ്യാപനമുണ്ടായിരുന്നു. പോലീസ് വേഷത്തിൽ വീണ്ടും മോഹൻലാൽ എത്തുമെന്ന പ്രതീക്ഷ കൂടിയാണ് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് സമ്മാനിച്ചത്. രതീഷ് രവിയുടെ രചനയിൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം ഒരുക്കുന്നത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന നെസ്ലിൻ നായകനായ മോളിവുഡ് ടൈംസ്, തരുൺ മൂർത്തി തന്നെ സംവിധാനം ചെയ്യുന്ന ഫഹദ് ഫാസിൽ, നെസ്ലിൻ, അർജുൻ ദാസ്, ഗണപതി ചിത്രം ടോപ്പഡോ, ഡിനോയ് പൗലോ സംവിധാനം ചെയ്യുന്ന മമിത, സംഗീത് പ്രതാപ് ചിത്രം തുടങ്ങിയവയും ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൽ നിന്നും ഈ വർഷം പുറത്തിറങ്ങും. മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തുന്ന അർജുൻ അശോകൻ, റോഷൻ മാത്യൂസ്, വൈശാഖ് നായർ എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്ന ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് മലയാളത്തിൽ പ്രതീക്ഷയേറിയ മറ്റൊരു ബിഗ് റിലീസാണ്. അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളും ഹൈ പവറിൽ ഓവർ ദ ടോപ്പായി നിന്ന ടീസറും നൽകുന്നത് ചെറിയ പ്രതീക്ഷയല്ല. വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ അതിഗംഭീര മേക്കിങ്ങോടെയാണ് ചിത്രം എത്തുക എന്നാണ് പ്രതീക്ഷ. ആശാൻ വേഷത്തിൽ മമ്മൂക്ക കൂടെ എത്തുമ്പോൾ ചിത്രത്തിന്റെ സൗന്ദര്യം ഏറുമെന്നതിൽ തർക്കം ആവശ്യമില്ലല്ലോ. മറ്റൊരു സ്പെഷ്യൽ ക്യാമിയോ വരുന്നത് വൈശാഖ് പൃഥ്വിരാജ് ചിത്രത്തിലാണ്. മിസസ് ഗാന്ധിയെ വെള്ളം കുടിപ്പിച്ച മാമ്പറക്കൽ അഹമ്മദ് അലിയായി സാക്ഷാൽ മോഹൻലാൽ സ്ക്രീനിലെത്തും. ഗോൾഡ് സ്മഗ്ലിംഗ് പശ്ചാത്തലത്തിലെ ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റോറി ആമിറായി പൃഥ്വിരാജ് സമ്മാനിക്കുക ഒരു സ്റ്റൈലൻ ട്രീറ്റ് തന്നെയാകും. ഈ വർഷം പൃഥ്വിരാജിനെയും കാത്തിരിക്കുന്നത് അതിഗംഭീര റിലീസുകളാണ്. റോഷാക്കിന് ശേഷം നിഷാം ബഷീർ ഒരുക്കുന്ന ഐ നോബഡിയാണ് മലയാളത്തിലെ പൃഥ്വിരാജിന്റെ ഹൈലി ആന്റിസിപ്പേറ്റഡ് ചിത്രം. പാർവതി നായികയാവുന്ന ചിത്രത്തിൽ നിരവധി പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗുരുവായൂർ അമ്പലനടയിലിന് ശേഷം വിപിൻ ദാസുമായി ഒന്നിക്കുന്ന സന്തോഷ് ട്രോഫിയും 2026 ലിസ്റ്റിൽ പൃഥ്വിയുടേതായുണ്ട്. 7 വർഷം മുൻപ് പ്രഖ്യാപിച്ച എസ് മഹേഷ് ചിത്രം കാളിയനും ഈ വർഷം റിലീസിന് എത്തുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. ഡിജോയുടെ ടൊവിനോ ചിത്രം പള്ളിച്ചട്ടമ്പിയിലും പ്രധാന വേഷത്തിൽ പൃഥ്വിരാജ് എത്തുന്നുണ്ട്. ബേസിൽ ജോസഫ് ആദ്യമായി നിർമ്മാണ രംഗത്തെത്തുന്ന ടൊവിനോ ബേസിൽ വിനീത് ശ്രീനിവാസൻ ചിത്രം അതിരടിയും ഒരുക്കം പൂർത്തിയാക്കുകയാണ്. സാംബോയായുള്ള ബേസിലിന്റെ ഫസ്റ്റ് ലുക്കിന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് അസാമാന്യ പ്രതികരണമാണ്. മൂസിൻ പരാരി സക്കറിയ ചിത്രത്തിൽ നെസ്രിയയ്ക്കൊപ്പം ടൊവിനോയുടെ എൽ ക്ലാസിക്കോയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഗീതു മോഹൻദാസിന്റെ യശ് നായകനായ ടോക്സിക്കിലും പ്രശാന്ത് നീലിന്റെ ജൂനിയർ NTR ചിത്രം ഡ്രാഗണിലും ടൊവിനോ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സൈഫൈ സോംബി ഓണറിൽ അരുൺ ചന്ദ് ഒരുങ്ങുന്ന വലയാണ് ബേസിൽ, ജഗതി, അജു വർഗീസ് കൂട്ടുകെട്ടിൽ പ്രതീക്ഷ നിറയ്ക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയമായ ലോകയ്ക്ക് തുടർച്ചയായി ഡൊമിനിക് അരുൺ ഒരുക്കുന്ന ലോക ചാപ്റ്റർ 2 മൈക്കിൾ അനൗൺസ്മെന്റ് മുതൽ കൗതുകമുണർത്തുന്നതാണ്. 390 ചാത്തൻ കഥാപാത്രങ്ങളിലേക്ക് ടൊവിനോ എത്തുമ്പോൾ മറ്റു സൂപ്പർ ഹീറോസിന്റെ ക്യാമിയോ കാണുമോ എന്നതും കാത്തിരുന്നറിയണം.
ചന്ദ്രയുടെ മടക്കവും സണ്ണിയുടെ പ്രസൻസും രക്ഷകനായ ചാർലിയുടെ എൻട്രിയും മൂത്തോന്റെ സാന്നിധ്യവും അതിലെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. നഹാസ് ഹിദായത്തിന്റെ അയാം ഗെയിമാണ് ദുൽഖറിന്റെ മലയാളം റിലീസിൽ ഏറ്റവും ഹൈപ്പിലുള്ളത്. ആദ്യ ചിത്രം കൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ തെളിയിച്ച നഹാസിന്റെ പുതിയ ഗെയിമും അതിലെ കുഞ്ഞിക്ക ഫാക്ടറും എക്സൈറ്റിംഗ് ആണ്. കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം മധുസി നാരായണൻ ഒരുക്കുന്ന നെസ്ലൻ ചിത്രവും അമൽ നീരദ് ഒരുക്കുന്ന നെസ്ലൻ ചിത്രവും നിധി സഹദേവന്റെ മമ്മൂട്ടി ചിത്രവും പ്രിയദർശനൊപ്പം മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രങ്ങളും ഈ വർഷം സംഭവിക്കുമെന്ന അഭ്യൂഹങ്ങളും അനൌദ്യോഗിക റിപ്പോർട്ടുകളുമുണ്ട്. നേരത്തെ ചിത്രീകരണം ആരംഭിച്ച ബിഗ് ബജറ്റ് ആസിഫ് അലി ചിത്രം ടിക്കി ടാക്കിയും ജയസൂര്യ ചിത്രം കത്തനാരും ഈ വർഷം ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. വാഴ എന്ന കോമഡി ഡ്രാമയുടെ രണ്ടാം ഭാഗം ഹാഷ്യര സംഘവുമായി എത്തുന്ന വാഴ 2 ഈ വർഷത്തെ മറ്റൊരു ഫൺ എലമെന്റ് ആകുമെന്നും കരുതാം. പാർവതി ആദ്യമായി പോലീസ് വേഷത്തിലെത്തുന്ന പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ചിത്രീകരണം ആരംഭിച്ചിട്ടുണ്ട്. ഡോൺ പാലത്തറ, പാർവതി, ദിനേശ് പോത്തൻ ചിത്രവും നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. സർവമായയിലൂടെ കരിയറിന്റെ പീക്ക് തൊട്ട് മടങ്ങിയെത്തിയ നിവിൻ പോളിയുടെ നിരവധി ചിത്രങ്ങളും ഒന്നിനു പിറകെ ഒന്നായി റിലീസ് കാത്തിരിക്കുന്നുണ്ട്. ഹിറ്റ് മേക്കർ ഗിരീഷ് ഏടിക്കും യങ് സെൻസേഷണൽ സ്റ്റാർ മമിതയ്ക്കുമൊപ്പം ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ് അതിലെ കാത്തിരിപ്പേറെയുള്ള ചിത്രമാണ്. തമിഴിൽ ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ എത്തുന്ന ബെൻസും വളരെ മുൻപ് തന്നെ അനൗൺസ് ചെയ്യപ്പെട്ട ഏഴുമല ഏഴ് കടലും ഡോൾബി ദിനേശനും ശേഖരവർമ്മ രാജാവും ഡിയർ സ്റ്റുഡന്റും തുടങ്ങി നിവിന്റെ ലിസ്റ്റ് നീളും. സൗത്ത് ഇന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും കേരളത്തിലെ തിയേറ്ററുകൾക്ക് ആഘോഷമാക്കാൻ പാകത്തിനുള്ള റിലീസുകൾ എത്തുന്നുണ്ട്. വിജയുടെ അവസാന ചിത്രം ജനനായകൻ, കിങ് ഖാന്റെ കിങ്, ക്രിഷ് 3, ജിത്തു മാധവൻ, നസ്രിയ നസ്ലൻ ഒന്നിക്കുന്ന സൂര്യ 47, KGF 3, പരാശക്തി, ടോക്സിക്, ഓക്സിജൻ, ഡോൺ ട്രബിൾ ദ ട്രബിൾ, പുറനാന്നൂറ്, മോഹൻലാലും ഒപ്പം കൂടുന്ന ജയിലർ 2 തുടങ്ങി നിരവധി സിനിമകളാണ് ആഘോഷമാക്കാനായി ഒരുങ്ങുന്നത്. ലിസ്റ്റിൽ നിന്നും വിട്ടുപോയവയോ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്നതോ ആയ സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ.